Hello everyone, good morning again, and welcome back to New Historicism for the topic New Historicism. So, we have already learned the major points in regarding to New Historicism as a basement for you. We know that Stephen Greenblatt and Louis Montrose are the major proponents of New Historicism, and the New Historicism actually analyzing a work on the base of historical context, on the base of cultural context, on the base of political framework, political context. So let's move to the remaining areas that you have in your textbook. Okay, so we have two people here, Richard Wilson and Richard Dutton. Richard Wilson and Richard Dutton. Actually, they say on thinking of new historicism. They contributed their own opinions, their own research, their own studies to the field of new historicism on the basis of analyzing some important works which were written in the period of Renaissance, which were written by Shakespeare especially. അപ്പോൾ ഈ രണ്ട് പേര് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഷേക്സ്പീരിയൻ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട റിനൈൻസൻസ് ഏജിൽ എഴുതപ്പെട്ട പ്രധാനപ്പെട്ട ലിറ്റററി വർക്കുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ട കൊളോണിയൽ ഡോക്യുമെൻറ്റ്സ്, മറ്റുള്ള രാജ്യങ്ങൾ കോളനികളായി കഴിയുന്ന കാലമാണ്. സോ ആ രാജ്യങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ എഴുതപ്പെട്ട വർക്ക്, സയൻറ്റിഫിക് ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ റിലീജിയസ് ടെക്സ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ അനലൈസ് ചെയ്യുകയും അതിൻ്റെ വെളിച്ചത്തിൽ, അതിൻ്റെ ബേസിൽ ലിറ്റററി വർക്കിനെ വിലയിരുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ആൻഡ് ദെയർ ഒപ്പീനിയൻ ഓൺ ഷേക്സ്പിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള വർക്കുകളെ കുറിച്ചെല്ലാം അവർ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ ഓർ പൊളിറ്റിക്സ് അഫക്റ്റഡ് ലിറ്ററേച്ചർ. റിനൈസൻസ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഷേക്സ്പിയർ എഴുതിയിരുന്ന ഷേക്സ്പീരിയൻ ഏജിൽ എന്തുകൊണ്ടാണ് അത്രയും മനോഹരമായിട്ടുള്ള ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ആയത്, എന്തുകൊണ്ടാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കുകൾ പുറത്തിറങ്ങിയിട്ടുള്ളത്, അതിനൊരു കൾച്ചറൽ റീസൺ ഉണ്ട്, അതിനൊരു പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ റീസൺ ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്നാണ് ഇവർ പരിശോധിക്കുന്നത്. ഓക്കെ, ആൻഡ് ലൂയിസ് മോൺട്രോസ് ആൻഡ് സ്റ്റീഫൻ ഗ്ലിംബാർട്ട് റീഡ് ഓൺ റിനൈസൻസ് ആൻഡ് റൊമാൻറ്റിക് പീരിയഡ്, എസ്പെഷ്യലി ദ ടെക്സ്റ്റ് ഓഫ് വില്യം ഷേക്സ്പിയർ. അതുപോലെ തന്നെ ലൂയിസ് മോൺട്രോസും ഗ്രീൻബ്ലാട്ടൊക്കെ ഒരുപാട് പഠനം നടത്തിയിട്ടുള്ളത് റിനൈസൻസിൽ എഴുതപ്പെട്ട വർക്കുകളിലാണ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വർക്കുകളിലാണ് ഇവർ കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും വില്യം ഷേക്സ്പിയറുടെ ഡ്രാമകളാണ് ഇവർ അതിനുവേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവരുടെ ഒരു ഒപ്പീനിയൻ്റെ ഒരു പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഒരു ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു അനാലിസിസ് കൺക്ലൂഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സെയിം കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള നോൺ ലിറ്റററി ടെക്സ്റ്റുകൾ റീഡ് ചെയ്യൽ നിർബന്ധമാണെന്ന് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു റിനൈസൻസ് കാലഘട്ടത്തിൽ അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ഉണ്ടാവാൻ കാരണം ഹാർമണിയല്ല, പകരം വയലൻസ് ആണെന്നാണ് പറയുന്നത്. സൽമാൻ റുഷ്ദിയുടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ബാഡ് ടൈം പ്രൊഡ്യൂസേഴ്സ് ഗുഡ് ലിറ്ററേച്ചർ എന്നാണ്. ട്രോമ പ്രൊഡ്യൂസേഴ്സ് ഗുഡ് ലിറ്ററേച്ചർ. ഐ മീൻ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നല്ല സാഹിത്യകൃതികൾ പുറത്തിറങ്ങുന്നത്, എഴുതപ്പെടുന്നത് എന്നാണ് സൽമാൻ റുഷ്ദി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സെയിം പോയിൻ്റ് തന്നെയാണ് ഇവരിവിടെ പറയുന്നത്. കാരണം ഹാർമണിയല്ല, ഒരുമയല്ല റിനൈസൻസ് കാലഘട്ടത്തിൽ നല്ല കൃതികൾ ഇറങ്ങാൻ കാരണം, പകരം വയലൻസ് ആണെന്നാണ് ഇവർ പറയുന്നത്, അക്രമമാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ സ്ലേവറി, അതുപോലെ റേസ് ഓഫ് പാട്രിയാക്കി സമൂഹത്തിൻ്റെ ആ ഒരു റേസ്, അവരുടെ ഒരു ഉയർച്ച, അതുപോലെ തന്നെ പല രീതിയിലുള്ള സമൂഹത്തിൽ നടന്നിട്ടുള്ള വ്യതിചലനങ്ങൾ, പല അക്രമങ്ങളെ കൊണ്ട്, പല കടന്നുകയറ്റങ്ങളെ കൊണ്ട് സമൂഹത്തിൽ നടന്നിട്ടുള്ള വ്യതിചലനങ്ങൾ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ പ്രിസൺ ഗേറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. തടവറയുള്ള പ്രിസൺ, ആ ഒരു ജയിലിൻ്റെ ഗേറ്റ് ആളുകൾ അടിച്ച് തകർക്കുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും നല്ല ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ആയിട്ടുള്ളത്. സോ ട്രോമ ഓർ ബാഡ് ടൈം പ്രൊഡ്യൂസേഴ്സ് ഗുഡ് ലിറ്ററേച്ചർ. സോ അതുകൊണ്ടാണ് ഇവർ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നത്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കുന്നത്. ആൻഡ് ദ കോൺസ്പിറസി ഓഫ് ഇയാഗോ അഗെയിൻസ്റ്റ് ഒതല്ലോ
ഇവർ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ബുക്ക് എന്നുള്ളത് ഒഥല്ലോ ആണ്. ഷേക്സ്പിയറുടെ ഒരു ഡ്രാമയാണ് ഒഥല്ലോ. അതിലുള്ള ഇയാഗോ എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്. സോ ആ ഒരു ഇയാഗോ ഒഥല്ലോ എന്നുള്ള ആ ഒരു രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. സോ ആ ഒരു ഡ്രാമയിൽ നമ്മൾ കാണുന്ന ഒരു ഗൂഢാലോചന ആക്ച്വലി എവിടെ നടന്നിട്ടുണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ അവിടെ യഥാർത്ഥത്തിൽ പുറത്ത് നടന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ലൂയിസ് മൊൺട്രോസും അതുപോലെ സ്റ്റീഫൻ ഗ്ലീംബാർട്ടും അതുപോലെ തന്നെ റിച്ചാർഡ് വിൽസണും റിച്ചാർഡ് ഡട്ടനും എല്ലാം അഭിപ്രായപ്പെടുന്നത്. സോ ഇറ്റ്സ് ആൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിനയിങ് ഐഡൻറ്റിറ്റി ഓഫ് സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ്, ഐ മീൻ ഒരു പ്രജ, ഒരു വ്യക്തി, ഒരു രാജ്യത്ത് ഒരു പ്രജയെ ആക്ച്വലി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സമയമായിരുന്നു റിനൈൻസൻസ് കാലഘട്ടം. ഓൺലി അപ്പർ ക്ലാസ് പീപ്പിൾ, രാജാവ് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും നല്ല ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ആയിട്ടുള്ളത്. ഐ മീൻ പാവപ്പെട്ട ആളുകളെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ അവർക്കെതിരെ ഭരണകൂടം, രാജാക്കന്മാരുടെ കിങ്കരന്മാർ ഇവരെല്ലാം അക്രമം അയച്ചുവിടുക, അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ലിറ്റററി വർക്കുകൾ പ്രൊഡ്യൂസ് ആയിട്ടുള്ളത് എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. Okay, and New Historicism was against textual approach of New Criticism. പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് അതാണ്. ന്യൂ ക്രിറ്റിസിസത്തിൽ അവർ ആ ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് മാത്രമാണ് പഠനം നടത്തുന്നത്. പക്ഷേ ആ ഒരു രീതിക്ക് എതിരായിട്ടാണ് ന്യൂ ഹിസ്റ്റോറിസിസത്തിൽ കാര്യങ്ങൾ പോകുന്നത്. ന്യൂ ഹിസ്റ്റോറിസിസത്തിൽ ടെക്സ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പിന്നെയോ ആ ടെക്സ്റ്റ് എഴുതപ്പെടാനുള്ള കാരണങ്ങൾ, കൾച്ചറൽ കാരണങ്ങൾക്കാണ്, പൊളിറ്റിക്കൽ കാരണങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് സ്ട്രക്ചറലിസം, സെമിയോട്ടിക്സ്, ഡീകൺസ്ട്രക്ഷൻ, ഇതിലെല്ലാം തന്നെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വാക്കുകളെ, വേർഡ്സുകളെ ബേസ് ചെയ്തിട്ടാണ് അനാലിസിസ് പോകുന്നത്. പക്ഷേ ഇതിനെല്ലാം എതിരാണ് ന്യൂ ഹിസ്റ്റോറിസിസം. ന്യൂ ഹിസ്റ്റോറിസിസം പറയുന്നത് ഒരു ടെക്സ്റ്റ്, ഒരു ലാംഗ്വേജ് ഉണ്ടാവാൻ തന്നെ ഒരു കൾച്ചറൽ കാരണമുണ്ട്, ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. സോ ആ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെയാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതുമെന്നാണ് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ പറയുന്നത്. ആൻഡ് ദി അപ്പോയിന്റ് ഓൺ ദ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലിറ്ററേച്ചർ. അതുപോലെ തന്നെ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകൾ, ന്യൂ ക്രിറ്റിക്കുകൾ, അതുപോലെ സ്ട്രക്ചറലിസ്റ്റുകൾ, സെമിയോട്ടിക്സുകൾ, ഡികൺസ്ട്രക്ഷനിസ്റ്റുകൾ, ഇവരെല്ലാം അവോയ്ഡ് ചെയ്തിരുന്നത് ഒരു വർക്കിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റാണ്. പക്ഷേ ആ വർക്കിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകളാണ്. ഓക്കെ, ആൻഡ് ന്യൂ ഹിസ്റ്റോറിസിസം വാസ് അഗെയിൻസ്റ്റ് ദിസ് സ്കൂൾ. ന്യൂ ക്രിറ്റിസിസത്തിന് എതിരെയായിരുന്നു ന്യൂ ഹിസ്റ്റോറിസിസം. സോ സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് ആൻഡ് ഓതേഴ്സ് were influenced by ലൂയിസ് അൽത്യൂസർ. നമ്മൾ മാർക്സിസം പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് ലൂയിസ് അൽത്യൂസർ, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി. ഓക്കെ, സോ ആ ഒരു ലൂയിസ് അൽത്യൂസറിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റും അതുപോലെ ലൂയിസ് മൊൺട്രോസും എല്ലാം. ആൻഡ് ഹിസ് നോഷൻ ഓഫ് ഐഡിയോളജി ആൻഡ് ദ ഫുക്കോൾട്ട് തിയറി, മാർക്സിസ്റ്റ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് നോഷൻ, അതുപോലെ തന്നെ മാർക്സിസത്തിലുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് നോഷൻസ്, അതുപോലെ തന്നെ മിഷേൽ ഫുക്കോൾട്ടിൻ്റെ തിയറികൾ, അതുപോലെ തന്നെ ലൂയിസ് അൽത്യൂസറിൻ്റെ നോഷൻ ഓഫ് ഐഡിയോളജി എന്നുള്ള ഈ ഒരു തിയറി, ഇങ്ങനെയുള്ള തിയറികളെല്ലാം തന്നെ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഗ്രീൻബ്ലാറ്റ് ഫേവേർഡ് ഓൺ എക്സ്റ്റേണൽ കൾച്ചർ. സോ സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എക്സ്റ്റേണൽ കൾച്ചറിനാണ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ കൾച്ചറലായിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അല്ലാണ്ട് എന്തിനല്ല, ടെക്സ്റ്റിനല്ല, ആ ടെക്സ്റ്റിനകത്തുള്ള വാക്കുകൾക്കല്ല, പാരഗ്രാഫിൻ്റെ സ്ട്രക്ചറിനല്ല, സെമിയോട്ടിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല. ഓക്കെ, സോ ഇൻ ദ ഇയർ 1982 ഹി പബ്ലിഷ്ഡ് ആൻ എസ്സേ. ഇപ്പോൾ 1982 ഒരു എസ്സേ പബ്ലിഷ് ചെയ്യുന്നുണ്ട് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. സോ അദ്ദേഹം ആ ഒരു എസ്സേയിൽ പറയുന്നത് ന്യൂ ഹിസ്റ്റോറിസിസം എന്നുള്ളൊരു ടേം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു എസ്സേയിലാണ്. ന്യൂ ഹിസ്റ്റോറിസിസം എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹം 1982 എഴുതിയിട്ടുള്ള ഒരു എസ്സേയിലാണ്. ആ എസ്സേയുടെ പേരും തന്നെ എന്തായിരുന്നു, ന്യൂ ഹിസ്റ്റോറിസിസം എന്നായിരുന്നു. സോ പക്ഷേ
അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഈ ഒരു ടേം ന്യൂ ഹിസ്റ്റോറിസിസം എന്നുള്ള ടേം കോയിൻ ചെയ്തത് വെസ്ലി മോറിസ് ആണ്. വെസ്ലി മോറിസ്, ഒറിജിനലി കോയിൻഡ് ബൈ വെസ്ലി മോറിസ് ഇൻ ദ ഇയർ 1972. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ സ്റ്റീഫൻ ഗ്രീൻബ്ലാട്ട് ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന ഈ ഒരു പഠന രീതിക്ക് മറ്റൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ്? കൾച്ചറൽ പോയറ്റിക്സ് എന്നാണ്. അത് ഗ്രീൻബ്ലാട്ട് കോയിൻ ചെയ്ത ടേമാണ്. ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് വേ ഓഫ് അനലൈസിങ്ങിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സെയിം രീതിക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറ്റൊരു പേരെന്ന് പറയുന്നത് കൾച്ചറൽ പോയറ്റിക്സ് എന്നാണ്. സോ ഹി വാസ് ടാലൻറ്റഡ് ഓൺ സ്റ്റഡിയിങ് ഷേക്സ്പിയർ. അപ്പോൾ ഷേക്സ്പിയറിനെ പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മിടുക്കനായിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു സ്റ്റീഫൻ ഗ്രീൻബ്ലാട്ട്. ഓക്കെ, ഷേക്സ്പിയറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹിസ് ബുക്ക് ഓൺ ഷേക്സ്പിയേഴ്സ് ആർ ടെക്സ്റ്റിൽ പേജ് നമ്പർ 73 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷേക്സ്പീരിയൻ നെഗോഷിയേഷൻ, ദ സർക്കുലേഷൻ ഓഫ് സോഷ്യൽ എനർജി ഇൻ റിനൈസൻസ് ഇംഗ്ലണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്. സ്റ്റീഫൻ ഗ്രീൻബ്ലാട്ടിൻ്റെ വർക്കാണ് ഷേക്സ്പീരിയൻ നെഗോഷിയേഷൻസ്, ദ സർക്കുലേഷൻ ഓഫ് സോഷ്യൽ എനർജി ഇൻ റിനൈസൻസ് ഇംഗ്ലണ്ട്. 1987 ഒരു വർക്കാണ്. ഈ ഒരു വർക്കുകളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഹാംലെറ്റ് ഇൻ പർഗേറ്ററി 2001 എഴുതിയിട്ടുള്ള വർക്കാണ്. ആൻഡ് വിൽ ഇൻ ദ വേൾഡ് ഹൗ ഷേക്സ്പിയർ ബിക്കം ഷേക്സ്പിയർ 2004 സ്റ്റീഫൻ ഗ്രീൻബ്ലാട്ട് എഴുതിയിട്ടുള്ള വർക്കാണ്. അതുപോലെ തന്നെ ഒരുപാട് വർക്കുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മറ്റൊരുപാട് വർക്കുകളും എഴുതിയിട്ടുണ്ട്. സോ ഇതെല്ലാം ഷേക്സ്പിയറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ്. ഷേക്സ്പിയറിനെ കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനങ്ങൾ പുസ്തക രീതിയിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. സോ ഷേക്സ്പിയറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ഗ്രീൻബ്ലാട്ട്. സോ സ്പീക്ക് വിത്ത് ഡെഡ്, സ്റ്റീഫൻ ഗ്രീൻബ്ലാട്ടിൻ്റെ മറ്റൊരു ടേമാണ് സ്പീക്ക് വിത്ത് ഡെഡ്. ഡെഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ മരണപ്പെട്ട ഓതേഴ്സ്, ഒരു പുസ്തകം എഴുതിയാൽ ആ ഒരു ഓതർ മരിച്ചു കഴിഞ്ഞു. സോ ആ ഒരു ഓതറിൻ്റെ ബുക്ക് വായിക്കുന്നതിലൂടെ നമ്മൾ ആ ഒരു ഓതറുമായിട്ട്, മരണപ്പെട്ട ഓതറുമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അനലൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവരുടെ സ്പീക്ക് വിത്ത് ഡെഡ് എന്നുള്ളൊരു ടേം ഇവിടെ ഇദ്ദേഹം കോയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂ ടേമായിട്ടാണ് ഇത് വരുന്നത്, സ്പീക്ക് വിത്ത് ഡെഡ്. അതുപോലെ തന്നെ ന്യൂ ഒരു പ്രൊജക്റ്റുമായിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം വരുന്നത്. കാരണം ഒരു ലിറ്റററി വർക്കിനെ ഇത്രയും കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു പ്രവണത നമ്മൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ക്രിട്ടിക്സുകളിൽ ഉണ്ടാവണം എന്നാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓതേഴ്സ് മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ഓതേഴ്സിൻ്റെ കാലഘട്ടം, ആ ഒരു അവർ ജീവിച്ചിരുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിക്കണമെന്നാണ് ഇവർ പറയുന്നത്. സോ ആൻഡ് ദ റേസ് ആൻഡ് ദ ഫാൾ ഓഫ് ആദം ആൻഡ് ഈവ്, ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമാണ് ദ റേസ് ആൻഡ് ഫാൾ ഓഫ് ആദം ആൻഡ് ഈവ്. 2017 ഈ ഒരു പുസ്തകം എഴുതുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 2018 അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ടിറാൻഡ് ഷേക്സ്പിയർ ഓൺ പൊളിറ്റിക്സ്. ടിറാൻഡ് ഷേക്സ്പിയർ ഓൺ പൊളിറ്റിക്സ്, ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുപോലെ തന്നെ 2004 അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു വർക്കുണ്ട്, വിൽ ഇൻ ദ വേൾഡ് ഹൗ ഷേക്സ്പിയർ ബിക്കേം ഷേക്സ്പിയർ. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് ഷേക്സ്പിയറിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുള്ള വർക്കുകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഈ ഒരു വർക്കിനാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എല്ലാം ടെക്സ്റ്റിലുണ്ട്. ആൻഡ് ലൂയിസ് മോൺറോസ് ആൾസോ റോട്ട് ഓൺ ഷേക്സ്പിയർ ആൻഡ് റിനൈസൻസ്. സ്റ്റീഫൻ ഗ്രീൻബ്ലാട്ടിനെ കൂടാതെ ഷേക്സ്പിയറിനെ കുറിച്ചും റിനൈസൻസ് കാലഘട്ടത്തിലുള്ള ഡ്രാമകളെ കുറിച്ചും ഒരു ഹിസ്റ്റോറിക്കൽ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ലൂയിസ് മോൺറോസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഹിസ്റ്ററി ഓഫ് ടെക്സ്ച്വാലിറ്റി ഓഫ് ഹിസ്റ്ററി. സോ അദ്ദേഹം പറയുന്നു, ഹിസ്റ്ററി ഓഫ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടെക്സ്റ്റ് വിത്തിൻ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസ്. ഒരു കൾച്ചറൽ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹിസ്റ്ററിയിൽ നിന്ന്, ഒരു കൾച്ചറൽ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. അതിൽ നിന്നാണ് ഒരു ടെക്സ്റ്റ് പിറവിയെടുക്കുന്നത്. ഓക്കെ, ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഒരു ടെക്സ്റ്റ് പിറവിയെടുക്കുന്നത്. ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ടെക്സ്റ്റ്. അതുപോലെ ടെക്സ്ച്വാലിറ്റി ഓഫ് ഹിസ്റ്ററി, അവിടെ അദ്ദേഹം പറയുന്നത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഒരു വർക്ക് എഴുതപ്പെട്ടാൽ ആ ഒരു വർക്കിൻ്റെ അകത്ത്, ആ ഒരു വർക്കിനെ ചുറ്റിപ്പറ്റി ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഒരു ഹിസ്റ്റോറിക്കൽ ഫ്രെയിം വർക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
സോ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഹിസ്റ്ററി ഉണ്ട്, എന്നാൽ ഒരു പുസ്തകം എഴുതപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഹിസ്റ്ററിയാണ്. ഓക്കെ, പരസ്പര പൂരകമായിട്ടാണ് ഇത് കിടക്കുന്നത്. സോ ഹിസ്റ്ററി ഈസ് എ സോഷ്യൽ സ്ട്രക്ചർ ഡിറ്റർമൈൻഡ് ബൈ ഡോമിനൻറ്റ് പ്രാക്ടീസ്. ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രാക്ടീസ് എന്താണ്? ഏറ്റവും കൂടുതൽ നടക്കുന്ന കർമ്മം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം എന്താണ്? അതിനെ ബേസ് ചെയ്തിട്ടാണ് ഹിസ്റ്ററി കൺസ്ട്രക്റ്റഡ് ആവുന്നത്, ഹിസ്റ്ററി ഉണ്ടായി വരുന്നത്, ചരിത്രം ഉയർന്നു വരുന്നത്, ചരിത്രം ആക്ച്വലി ക്രിയേറ്റ് ആവുന്നതെന്നാണ് ലൂയിസ് മൊൺട്രോസ് പറയുന്നത്. സോ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ആക്ഷൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ ഒരു റിയാക്ഷനായിട്ടാണ് ഹിസ്റ്ററി ആവുന്നത്. ആൻഡ് റിനൈസൻസ് ഡ്രാമ ആൻഡ് എലിസബത്തൻ ഏജ്. സോ റിനൈസൻസ് ഡ്രാമയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ എലിസബത്തൻ ഏജിനും. അതിൻ്റെ ഒരു റീസൺ എന്തെന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വർക്കുകൾ, ലെജൻഡറി ആയിട്ടുള്ള ലിറ്റററി വർക്കുകൾ ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു സമയത്താണ്. അപ്പോൾ അതിനെന്താ റീസൺ? അതിൻ്റെ കാരണം എന്താണെന്നാണ് ഇവർ അന്വേഷിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പുസ്തകം വരുന്നുണ്ട്. ദ പേർപ്പസ് ഓഫ് പ്ലേയിങ്, ഷേക്സ്പിയർ ആൻഡ് കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് എലിസബത്തൻ തിയേറ്റർ. 1996 ഈ ഒരു പുസ്തകം ലൂയിസ് മൊൺട്രോസ് എഴുതുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ സബ്ജക്റ്റ് ഓഫ് എലിസബത്ത്, അതോറിറ്റി, ജെൻഡർ ആൻഡ് റെപ്രസെൻറ്റേഷൻ. 2006 ലൂയിസ് മൊൺട്രോസിൻ്റെ വർക്കാണ്. സോ ലൂയിസ് മൊൺട്രോസും സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റുമാണ് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത്. ഹിസ്റ്റോറിസിസം എന്നുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് വെച്ചിട്ട്, ആ ഒരു ടൂള് വെച്ചിട്ട് ഷേക്സ്പിയറിൻ്റെ വർക്കുകളെയും റെയിൻസൻസ് കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വർക്കുകളെയൊക്കെ ഏറ്റവും കൂടുതൽ വിശകലനം ചെയ്തിട്ടുള്ളത് ഈ 2 വ്യക്തികളാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ബുക്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ്സ് വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഏകദേശം ഈ ഒരു ഇതിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ടെക്സ്റ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് പറയുന്നത്, ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് വായിക്കുന്നില്ല. ഓക്കെ, എനിവേ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ടു ലൂയിസ് മൊൺട്രോസ്, റിഗാർഡിംഗ് ടു Stephen Greenblatt and their works, you can ask, and their opinion on Shakespeare you can ask, and anything regarding to new historicism you can ask. Okay, സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂ ഹിസ്റ്റോറിസിസം. ഓക്കെ, അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ എനിവേ ലെറ്റ്സ് മീറ്റ് അഗെയിൻ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് you should ask to me. Okay, anyway, let's meet again. Bye.